ഹായ്, വെൽക്കം ടു Kettle&Krafts. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യലാണ്. എന്നാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോർക്ക് വിന്താലുവാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ വിന്താലുവിന് എല്ലാം മസാലകളെല്ലാം ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോർക്ക് വിന്താലു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 10 പച്ചമുളകും 7 ചെറിയ ഉള്ളിയും 2 ഉണക്കമുളകും പിന്നെ നമുക്ക് ഇഞ്ചി 1 പീസ്, അത് ചെറിയതായിട്ട് നമുക്ക് അരിഞ്ഞിടാം. 5 വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ജീരകവും പിന്നെ 1.5 സ്പൂൺ വിനീഗറും നമുക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂൺ കടുകും കൂടി ചേർത്ത് നല്ലതായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു ഉണക്കമുളകും ഇട്ടിട്ട് 4 ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. സവാള ഇട്ട് നല്ലതായിട്ട് വഴറ്റുക. പിന്നെ നമുക്ക് ഞാൻ ഉപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പ് കല്ല് മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഉപ്പുപൊടി മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. പിന്നെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വിനീറി നല്ലതായിട്ട് കഴുകിയെടുത്ത പോർക്ക്, 1/2 കിലോ പോർക്ക് നമുക്ക് ഇട്ടതിന് ശേഷം മസാലകൾ ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് 1 സ്പൂണ് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കണം. പിന്നെ നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഏലക്ക പൗഡർ, ഏലക്ക വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഏലക്ക പൗഡർ പിന്നെ കുരുമുളക് പൗഡർ 1 സ്പൂണ് നല്ലതായിട്ട് ചേർത്ത് നല്ലതായിട്ട് നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച മസാല നമുക്ക് ഈ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ ജാറിൽ നമുക്ക് ബാക്കി മസാല ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വേണം അതിൻ്റെ ബാക്കി മസാലയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടി 1 സ്പൂൺ കാശ്മീരി പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുക. വിനീഗർ ചേർക്കുന്നത് കൊണ്ട് ഇത് വേറൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. പക്ഷേ ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേടാകാതിരിക്കും. ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. എത്ര കറിവേപ്പില വേണമെങ്കിലും നമുക്ക് ചേർക്കാം. 1 ഉണക്കമുളക് ഇട്ടതിന് ശേഷം ബാക്കി വന്ന മസാലയുടെ വെള്ളം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വേണം ആ മസാലയുടെ വെള്ളം ഇതിനകത്ത് ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 6 വിസിൽ അടിപ്പിക്കും. ഞാൻ ആദ്യം 3 വിസിൽ അടിപ്പിച്ചു, അന്നേരം പക്ഷേ വെന്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ അടച്ച് വെച്ചതിന് ശേഷം 3 വിസിലൂടെ അടിപ്പിച്ചു. അപ്പോൾ 6 വിസിൽ അടിച്ചതിന് ശേഷമാണ് വെന്തത്. അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലു വെന്തു. ഇതേ കറക്റ്റ് വെള്ളവും കറക്റ്റായിട്ട് തന്നെ ആ കറി ഇട്ടേക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഇന്ന് എന്തൊക്കെയാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, പോത്തും ഉണക്കക്കപ്പയും കൂടി എൻ്റെ ഫ്രണ്ട് വേവിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കി, ഗുലാബ് ജാം ഉണ്ട്, അവിയൽ, മത്തി പീര വേവിച്ചു, ഫ്രൈൻസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ശരിക്കും ഈസ്റ്റർ ആഘോഷിച്ചു.
അപ്പം എല്ലാവരും കണ്ടല്ലോ പോർക്ക് വിന്താലു അങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ ഞാൻ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് ഇതായിരുന്നു കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. പിന്നെ കൊച്ചുള്ളിയുടെ ആ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ബൈ.